തീർച്ചയായിട്ടും അത് പാടുകളും ഇടുങ്ങിയ സമാധിയായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല, അതായത് അതൊന്നുമല്ല, ഒരിക്കലുമല്ല. അതായത് അത് പാടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ഒക്കെ ചതവുണ്ട് എന്നാണ് പറഞ്ഞത്. ചതവ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉണ്ടാകുന്ന കാര്യമല്ല, അത് പാടാണ്. ഇവിടെയൊക്കെ ഒരു പാടാണ് ഉണ്ടായിരുന്നത്. സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല, ക്ഷേത്രവും കച്ചവട സ്ഥാപനമല്ല, അത് ബിസിനസ് ആക്കാം. ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കീറിയെറിഞ്ഞ് മക്കൾ. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയാണ് ഇരുവരും. പോസ്റ്റ്മോർട്ടത്തിനും മുകളിലാണ് മഹാസമാധിയെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, ചതഞ്ഞ പാടുകൾ, പ്രത്യേകിച്ച് മുഖത്തും തലയിലുമൊക്കെ ചതവുകൾ സംഭവിച്ചിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മലയാളി വാർത്തയുടെ റിപ്പോർട്ടർ ഗോപൻ സ്വാമിയുടെ ഇളയ മകനോട് ചോദിക്കുമ്പോൾ അത് 10 കൊല്ലം മുൻപ് സംഭവിച്ചതാണെന്നും അച്ഛൻ ചുമടെടുക്കുന്ന ആളായിരുന്നു എന്നൊക്കെയാണ് മറുപടി. എന്നാൽ അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 10 കൊല്ലം മുൻപ് നടന്നതാണെങ്കിൽ അത് ശരീരത്തിലൊരു പാട് മാത്രമായല്ലേ അവശേഷിക്കുകയുള്ളൂ. ചതവെങ്ങനെയാണ് ഈ 10 കൊല്ലം അതുപോലെ നിൽക്കുന്നത്? ഇതിനൊരു കൃത്യമായ മറുപടി നൽകാൻ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് കഴിയുന്നില്ല. ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ്. രാസപരിശോധന റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ടിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിലെ ദുരൂഹത പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. മഹാസമാധിയാണ്, ഇത് പുണ്യഭൂമിയാണ്, അച്ഛൻ ദൈവമാണ് എന്നൊക്കെ മക്കൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ മതത്തെ വെച്ചുള്ള കച്ചവട താല്പര്യമല്ലേ നടക്കുന്നത് എന്നുള്ള ചോദ്യവും ശക്തമാണ്. ഇവിടേക്ക് വലിയ രീതിയിൽ ഭക്തർ ഒഴുകിയെത്തും എന്നൊക്കെ ഗോപൻ സ്വാമിയുടെ മക്കൾ തന്നെയാണ് പറഞ്ഞത്. ഇതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ ഭാര്യ പോലും പ്രതികരിച്ചത് മഹാസമാധി കഴിഞ്ഞതിന് ശേഷം തങ്ങൾക്ക് കടം ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ തീർക്കണമെന്നും ഒക്കെ ഇവർ പറയുന്നുമുണ്ട്. ഇതിന് പിന്നിലെ കച്ചവട താല്പര്യം തന്നെയാണ് വീണ്ടും തൊട്ടയൽവക്കത്തുള്ളവർ പോലും വിമർശനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മറ്റൊരു വശം. എന്നാൽ ഇപ്പോൾ മലയാളി വാർത്തയോട് ഈ ഗോപന്റെ 2 മക്കളും പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിൽ പോലും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ചതവ് ശരീരത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഗോപന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ തന്നെയാണ്. 10 കൊല്ലം മുൻപുണ്ടായ ചതവാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചതവാണ്, അത് കാര്യമാക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ആളിനെ വടിയാക്കാൻ നോക്കരുത് എന്നാണ് ചില കമൻറ്റുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. 10 കൊല്ലം മുൻപ് ഉണ്ടായതാണെങ്കിൽ അത് പാടാണ്, ചതവല്ല. ചതവെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ച് ശരീരത്തിൽ തല്ലുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടുകയോ തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് രക്തം കട്ട പിടിച്ച് അത് ചതവായി അങ്ങനെ കിടക്കുന്നത്. അത്തരത്തിൽ ചില പാടുകളാണ് ഗോപന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മക്കളുടെ പ്രതികരണം കേട്ടു നോക്കാം. നമുക്ക് ഉറപ്പുണ്ടായിരുന്നു, പ്രതീക്ഷിച്ച തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാത്ത വിധത്തിലുള്ള പോസ്റ്റർ റിപ്പോർട്ടാണ് കറക്റ്റായി വരുമെന്ന് അറിയാമായിരുന്നു. അത് തന്നെ. അപ്പോൾ ആദ്യം വന്നത് ഷുഗർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ. അപ്പോൾ ദുരൂഹ മരണം എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആവശ്യമില്ലാതെ ചില നിക്ഷിപ്ത താല്പര്യമുള്ളവർ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർത്തിയ ആരോപണം. പക്ഷേ അവരുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. എങ്കിലും ഈ വിധത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ ഒന്നും ആവശ്യം തന്നെ വരില്ലായിരുന്നു. ഇനിയും റിപ്പോർട്ടുകൾ പുറത്ത് വരാനുണ്ടല്ലോ, അപ്പം അതും കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാലല്ലേ സ്വാഭാവിക. അല്ല ദുരൂഹ മരണം എന്നുള്ളതൊക്കെ പോയി കഴിഞ്ഞു. ഇനിയുള്ള റിപ്പോർട്ടിൽ അതിനുള്ള പ്രസക്തമുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇവിടെ സംഭവിച്ചു, ഒരിടത്തും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഭാവി സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 2 കാര്യം പോലീസിന് ശ്രദ്ധിക്കാമായിരുന്നു. ഒന്ന്, ഇവർ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള തീരുമാനം എത്തുന്നതിന് മുമ്പ് ഈ ബന്ധപ്പെട്ട സമാജത്തിൻ്റെ കുടുംബം, അതിൻ്റെ ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വയം പോലീസ് യൂണിഫോമിനെ തന്നെ ഭയക്കും, അവർ ശബ്ദം ഇടറും, അവർക്ക് നേരെ ഉത്തരം പറയാൻ കഴിയില്ല, അവരുടെ ശരീരഭാഷ കൊണ്ടൊക്കെ വ്യക്തമാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ ത്രാണിയുള്ള പോലീസാണ് ഇവിടെയുള്ളത്. പക്ഷേ ആ ഓപ്ഷൻ അത് അവർ ശ്രമിച്ചില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മാസ് പെറ്റീഷൻ കൊടുത്ത ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്,
ആ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിലും ഈ വിധത്തിൽ വേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഈ മാസ് പെറ്റീഷൻ കൊടുത്തവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കാനും അതുപോലെ കുടുംബത്തിൻ്റെ സത്യസന്ധത മനസ്സിലാക്കാനും പോലീസ് ശ്രമിച്ചെങ്കിൽ കഴിയുമായിരുന്നു. ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ബാക്കി വന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, വിശദീകരിക്കേണ്ട കാര്യമാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ഡെഡ് ബോഡി ജീവസമാധി തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവസമാധി എന്ന് പറയുമ്പോൾ ജീവൻ അകത്തുറയുന്നതാണ് ജീവസമാധി. ആ ബോഡിയെ സംബന്ധിച്ച് അതാണല്ലോ അന്ന് എടുത്തപ്പോഴും അത് വലിയതൊന്നും കുഴപ്പമൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജീവസമാധിയെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മഹാപാപമാണ് ചെയ്തത്. ഭാവിയിലെങ്കിലും കേരളത്തിലോടത്ത് അല്ലെങ്കിൽ ഒരിടത്തും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട വിധത്തിലുള്ള ജാഗ്രത പോലീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഭരണാധിപന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഈ ജീവസമാധി എന്ന് പറയുമ്പോൾ ഈ പാടുകളൊന്നും പ്രശ്നമല്ല, അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. അല്ല ഇതേ പറഞ്ഞോളൂ. അത് കൊച്ചിലെ ഉണ്ടായിരുന്നതാണ് അച്ഛനും പാടുകളെല്ലാം. മുഖത്തും ഒക്കെയുള്ള ചതവുകളും. കൂലിപ്പണിയുള്ള ആളല്ലേ, കൂലിപ്പണി ചെയ്യുന്ന ആളല്ലേ. അതായത് പണ്ട് 50 കിലോ ചാക്കാണ് ഈ ആറാലമോട് ഇപ്പോഴാണ് 50 കിലോ ചാക്ക് വരുന്നത്. പണ്ടൊക്കെ 100 കിലോ ചാക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ലോഡ് ഇറക്കാൻ. പിന്നെ അത് പോയിട്ട് ഒരുപാട് ഫർണിച്ചർക്കൊക്കെ വേണ്ടി മരം മുറിക്കാൻ പോകും. അങ്ങനെ അധ്വാനശീലമുള്ള അച്ഛനാണ്. ഒരുപാട് അധ്വാനിക്കും. അതായത് ഒരു 3 ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പാടുകളും ഇടുങ്ങിയ സമാധിയായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല, അതായത് അതൊന്നുമല്ല, ഒരിക്കലും അല്ല. അതായത് അത് പാടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതായത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ സമാധി ഇടുങ്ങിയതാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇത് നിർമ്മിക്കുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് കാല് പോലും ചുമരിൽ ടച്ച് ആവൂല, കാല് പോലും ടച്ച് ആവൂല. അത് പോയിട്ട് കുറുക്ക് അത് ടച്ച് ആവൂല. അങ്ങനെയാണ് ഇരുത്തിയിട്ടുള്ളത്. അതായത് ചുമരായിട്ട് ഒരു ടച്ചിങ്ങും ഇല്ല. ഇടുങ്ങിയതൊന്നും അല്ല. ഇല്ല, അങ്ങനെയല്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. പണ്ട് ജോലി സമയത്ത് ഉണ്ടായ പാടുകളാണ് അത് മുഖത്തിലുണ്ടായിരുന്നല്ലേ പറഞ്ഞത്. മുഖത്ത് ഒക്കെ ചതവുണ്ട് എന്നാണ് പറഞ്ഞത്. ചതവ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉണ്ടാവുന്ന കാര്യമല്ല. അത് പാടാണ്. ഇവിടെയൊക്കെ ഒരു പാടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ ഇപ്പൊ പൂജ നടക്കുന്നുണ്ടോ? പൂജ ഈ സമാധിയുടെ അമ്പലത്തിൽ മാത്രമുണ്ട്. ഇനി ശുദ്ധികർമ്മമൊക്കെ കോവില് ചെയ്തതിന് ശേഷം അവിടെ കോവില് നട തുറക്കും. ഇപ്പം ഈ നാട്ടുകാരോ ഒന്നും ക്ഷേത്രത്തിലേക്ക് വരാറില്ലല്ലോ ഈ അടുത്ത് കുറച്ചു കാലമായിട്ട്. അത് വന്നും പോയിരിക്കുന്നുണ്ട്. സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല. ഈ ക്ഷേത്രവും കച്ചവട സ്ഥാപനമല്ല. അത് ബിസിനസ് ആക്കാം. ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല. നമ്മുടെ നിത്യ ഉപജീവനം അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പശു വളർത്തി നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് ഇനിയും. ഇത് ഭക്തി മാർഗവും നമ്മുടെ ഉപജീവനം നമ്മൾ അധ്വാനിച്ച് പശു വളർത്തി നമ്മുടെ ഉപജീവനം കൊണ്ടുപോകും. അല്ലാതെ ഈ എല്ലാവരും കളിയാക്കുന്നത് പോലെ ഇതിനിപ്പോൾ കുറച്ച് കാശുണ്ടാക്കാനുള്ള സംഭവമല്ല. ഇത് ഭക്തിയുടേതാണ്. ഭക്തി വേറെ, കച്ചവടം വേറെ. ഇത് കച്ചവട സ്ഥാപനമല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.